സോ ഹലോ ഗൈസ്, വെൽക്കം ടു കോക്കു പോപ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ആണെങ്കിൽ എനിക്ക് 10 മിനിറ്റ് എനിക്കൊരു കാര്യം പറയണം. എനിക്കാണെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ ആ പേജ് ഫോളോ ചെയ്യാത്തവർ പോയി ഫോളോ ചെയ്യുക. ചുമ്മാ എത്തി പിടിച്ച് പോയി ഫോളോ ചെയ്യേണ്ട. എൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ആദിത് നമൻ അടിച്ചു കൊടുത്ത് എന്തായാലും വരും. ഒരു കോട്ടൊക്കെ ഇട്ടിട്ടൊരു വീടാണ് അത്, മീൻസ് ഒരു ഫോട്ടോ. അപ്പോൾ അത് പിടിച്ച് ക്ലിക്ക് ചെയ്ത് എൻ്റെ എല്ലാ ഫോട്ടോസും വരും. അപ്പം കുറേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കണ്ട് ഞങ്ങളൊന്ന് ഫോളോ ചെയ്യണം. പിന്നെ ആ ഗെയിമിൻ്റെ പേര് ആർക്കം സിറ്റി കേട്ടോ. നല്ലൊരു ഗെയിമാണ് ബാറ്റ്മാൻ്റെ. അപ്പം നമ്മളാണെങ്കിൽ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ആദ്യം തന്നെ ഈ ബാറ്റ്മാൻ ആർക്കം അസൈലം കേട്ടോ, ബാറ്റ്മാൻ ആർക്കം സിറ്റീൻ്റെ ഒരു ഇത് ആർക്കം അസൈലം കഴിഞ്ഞിട്ടാണ് ആർക്കം സിറ്റി വന്നത്. ഓക്കെ, അപ്പം ഈ ആർക്കം അസൈലവും സിറ്റിയുമായിട്ട് ഇത്തിരി കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പം അത് എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളിയിട്ട് വേണം ഇത് കാണാൻ. ഇല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി ഗെയിം പ്ലേ പോയതുകൊണ്ട് അത് പോയി കണ്ടിട്ട് വേണം ഇത് കാണാൻ. മീൻസ് അത് നാളെയോ പറ്റുന്ന ടൈമിലോ എല്ലാം ഞാൻ ഇടാം. പിന്നെ ആർക്കം ഒറിജിൻസിൻ്റെ സ്റ്റോറി എനിക്ക് ഇടാനുണ്ട്, പിന്നെ അതും ഇടാം. പിന്നെ ആർക്കം നൈറ്റ്. അപ്പം എനിക്ക് നന്നായിട്ട് അറിയുന്ന സ്റ്റോറി ഇതാണ്. അപ്പം ആദ്യം തന്നെ ഈ ആർക്കം അസൈലത്തിൽ ജോക്കർ, സ്കെയർക്രോ, ഈ നമ്മളുടെ നാട് എങ്ങനെ ഉണ്ടായിരിക്കും? കുറേ വില്ലൻസ്, തലതെറിച്ച വില്ലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ഏതെങ്കിലും ഒരു ജയിലിൽ, ഈ തിഹാർ ജയിലിൽ നിന്ന് കേട്ടുണ്ടോ, അതുപോലത്തെ ജയിലിൽ പോയിടൂലേ. ബട്ട് അവിടെ നമ്മളുടെ ബാറ്റ്മാൻ യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല. ആർക്കം അസൈലം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഹോസ്പിറ്റലിൽ പോയി ഇടും. അതിനകത്താണെങ്കിൽ കുറേ ജയിലുമുണ്ട്, പിന്നെ കുറേ മെൻ്റൽ ആൾക്കാരും ഉണ്ട്. സോ അതൊരു ജയിലെന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് വേണമെങ്കിൽ ഹാർലിക്വിനുണ്ട്, ജോക്കറുണ്ട്, സ്കാർക്രോ ഉണ്ട്, എന്തിനു വേണേൽ പറയണം. വേണമെങ്കിൽ പോയിസൺ ഐവി വരെ ഉണ്ട്. ബട്ട് അതിനകത്ത് നമ്മൾക്ക് പ്ലേയബിളായി ഉള്ളത് ബാറ്റ്മാനും ജോക്കറും മാത്രമാണ്. അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം. പിന്നെ ഈ ആർക്കം സിറ്റിയിലാണെങ്കിൽ ബാറ്റ്മാനെ പ്ലേയബിളാണ്, ക്യാറ്റ് വുമനെ പ്ലേയബിളാണ്, റോബിനെ പ്ലേയബിളാണ്, നൈറ്റ് വിങ്ങിനെ പ്ലേയബിളാണ്. ഈ 4 ക്യാരക്ടേഴ്സിനെയും പ്ലേയബിളാണ് നമുക്കപ്പം. സോ ഇപ്പം ആണെങ്കിൽ ഈ ആർക്കം അസൈലം ചെറിയൊരു ആശുപത്രിയാണ്. അപ്പം ആ ആശുപത്രിയിൽ നിന്ന് കുറേ മെൻ്റൽ ആൾക്കാരുണ്ടല്ലോ. അപ്പം ആ ആൾക്കാരെ സ്ഥിതി ചെയ്യാൻ ഒരു സിറ്റി വേണം. അപ്പോൾ ആ സിറ്റീൻ്റെ പേരാണ് ആർക്കം സിറ്റി. സോ ആർക്കം സിറ്റി ഈ ഹ്യൂഗോ സ്ട്രേഞ്ച് വില്ലൻ്റെയാണ്. അപ്പം ഈ ഹ്യൂഗോ സ്ട്രേഞ്ചിൻ്റെ ആ സിറ്റി കയറിയിട്ട് ഈ ആർക്കം സിറ്റി ആണെങ്കിൽ ലോക്ക്ഡൗൺ ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് മീൻസ് നമ്മളുടെ ബ്രൂസ് വെയിൻ ഒരു സ്റ്റേജിൽ കയറി ലൈവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്തു, ഈ ഹ്യൂഗോ സ്ട്രേഞ്ചിന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഹ്യൂഗോ സ്ട്രേഞ്ച് ആണെങ്കിൽ ഇവനെയൊക്കെ വന്നിട്ട് ഹൈജാക്ക് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സിറ്റി സിറ്റി പണിതിട്ട് അത് വേറെ ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് അത് ലോക്ക്ഡൗൺ ചെയ്യുന്നത് നമുക്കിഷ്ടമാവോ? ഹ്യൂഗോ സ്ട്രേഞ്ചിൻ്റെ സൈഡ് കറക്റ്റാണ്. നമ്മളോട് പോലും ചോദിക്കാതെ നമ്മളുടെ സിറ്റി ലോക്ക്ഡൗൺ നമ്മളോട് പോലും, ഉദാഹരണം പറഞ്ഞാൽ നമ്മളോട് ചോദിക്കാതെ നമ്മളോട് ടോയ്സ് എടുത്തത് എന്ത് പറയും? നമുക്ക് ഇഷ്ടമാവോ? നമ്മൾ ഇടിച്ചിട്ട് ഇടിച്ച് തോട്ടിയിടില്ലേ നമ്മൾ? അതുപോലെയാണ് ഇപ്പം നമ്മളോട് ചോദിക്കാതെ ഹ്യൂഗോ സ്ട്രേഞ്ചിനോട് ചോദിക്കാതെ അവൻ്റെ സിറ്റി ലോക്ക്ഡൗൺ ചെയ്യാൻ പറഞ്ഞു നമ്മളുടെ ബ്രൂസ് വെയിൻ. അപ്പോൾ അതിഷ്ടമില്ല. അപ്പം ടൈഗർ ഫോഴ്സ് ഈ ഹ്യൂഗോ സ്ട്രേഞ്ചിൻ്റെ പടയാളികളെയാണ് പറയുന്നത് ടൈഗർ ഫോഴ്സ്. അപ്പം ടൈഗർ ഫോഴ്സ് ആണെങ്കിൽ ബാറ്റ്മാനെ ലോക്കപ്പിൽ പിടിച്ചിട്ട് അവിടെ തന്നെ ജയില്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പ്രിസണേഴ്സൊക്കെ അവിടെയാണ്, പാവം പ്രിസണേഴ്സൊക്കെ. അപ്പോൾ ഈ നമ്മളാണെങ്കിൽ ഏതായിരുന്നു ജാക്ക് റൈഡർ എന്ന് പറയുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടറുണ്ട്. ആ പാവത്തിനെ വരെ പിടിച്ച് ഇട്ടു അതിനകത്ത്. അപ്പോൾ പുള്ളിക്കാരി ഒരു പൊളിറ്റിക്കൽ പ്രിസണറുമാണ്, പിന്നെ ഒരു ന്യൂസ് റിപ്പോർട്ടറും. അങ്ങനെ ഇട്ടപ്പം നമ്മളാണെങ്കിൽ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് എസ്കേപ്പായിട്ട്
ഒരു റൂഫിൻ്റെ മണ്ടയിൽ എത്തുന്നതിന് മുമ്പ് പെൻഗ്വിൻ നമ്മളൊന്ന് പിടിച്ചിട്ട് പെരുമാറി. നമ്മൾക്ക് ഫൈറ്റിംഗ് സ്കില്ല് അറിയാവുന്നതുകൊണ്ട് അവരെയൊക്കെ ഇടിച്ചിട്ട് നമ്മളാണെങ്കിൽ റൂഫിൻ്റെ മണ്ടയിൽ കയറി. ആ റൂഫിൽ എത്തിയപ്പം നമ്മളുടെ ഏസ് കെമിക്കൽസ് ഒരു ടവറുണ്ട്. ആ ടവറിനാണ് ജോക്കറിൻ്റെ തുടക്കം. അപ്പോൾ ആ ടവറിൽ പുള്ളിക്കാരൻ്റെ സ്യൂട്ട് ഇട്ടേക്കാന്ന് ആൽഫ്രഡ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ പാർക്കോർ ചെയ്ത് ക്ലൈം ചെയ്ത് ഏണി പിടിച്ച് ആടി അങ്ങനെ റൂഫിൻ്റെ മണ്ടയിലെത്തിയപ്പോഴാണ് ബാറ്റ്വിങ് ആണെങ്കിൽ സ്യൂട്ട് കൊണ്ടുവിട്ടിട്ട് ബാറ്റ്മാൻ ആണെങ്കിൽ എന്തോ ഒരു കാര്യം അറിയണം. ബട്ട് അത് ക്യാറ്റ് വുമൺ ആണ് അറിയേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോൾ ക്യാറ്റ് വുമൺ ആണെങ്കിൽ നേരത്തെ ഗെയിമിൻ്റെ ആദ്യമേ ടു ഫേസിൻ്റെ അടുത്ത് അടി ഉണ്ടാക്കിയിട്ട് അവിടെ ട്രാപ്പായി കിടക്കുക. എങ്ങനെ ഇപ്പൊടി ചുമ്മാ കണ്ടവൻ്റെ സാധനം അടിച്ചു പറ്റാൻ വേണ്ടി ആ അമ്മച്ചി അവിടെ കയറി മോർച്ചിച്ചത് നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചിട്ട് ശിക്ഷയൊക്കെ ഇടും. അങ്ങനെയാണ് ടു ഫേസിൻ്റെ തഗ്സിൻ്റെ പേര് അറിയില്ല. ബട്ട് അവർക്കാണെങ്കിൽ ഒരു തരത്തി 2 സൈഡ് മാസ്ക് ഉണ്ട്. അതൊക്കെ ദെൻ ഈ ടു ഫേസ് ആണെങ്കിൽ ആ പാവത്തിനെ പിടിച്ച് ഇങ്ങനെ ഒരു ആസിഡിനെ പോലെ ഒരു സാധനത്ത് ഇങ്ങനെ തല താഴ്ചിട്ട് കാല് കെട്ടിയിട്ടേക്കും. അപ്പം ബാറ്റ്മാന് മനസ്സിലായി പുള്ളിക്കാരി കോഡ് ഹൗസിലാണുള്ളത്. അപ്പോൾ ബാറ്റ്മാൻ ആണെങ്കിൽ ഒരു കാര്യം കിട്ടണം പുള്ളിക്കാരീൻ്റെ അടുത്ത്. ബട്ട്